BJPയുടെ പൂജ്യനായ സമാരാധ്യനായ ജില്ലാ പ്രസിഡന്റ് മോഹൻജിയെ ആദരപൂർവ്വം ഞാൻ ക്ഷണിച്ചുകൊള്ളുകയാണ്. ഭാരതം ഈ ഭാരതത്തെ നെഞ്ചിലെട്ടുന്നവരാ RSS, ഭാരതത്തെ നെഞ്ചിലെട്ടുന്നവരാ BJPക്കാര്, അല്ലാണ്ട് രാജ്യം വെട്ടിമുറിക്കണം എന്ന് പറഞ്ഞവരല്ല. നിങ്ങൾ 17 രാജ്യം വെട്ടിമുറിക്കണം എന്ന് പറഞ്ഞവരാ. 17 നിഷേധിക്കാൻ പറ്റുമോ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ട കാര്യം നമുക്ക് വേറെല്ലാം പറയാം. അപ്പൊ നമ്മൾ ഒരു നടക്ക് പോവില്ലല്ലേ? സ്വാതന്ത്ര്യ ദിനത്തിൽ കരുതരം ആചരിച്ച ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയേ ഉള്ളൂ. ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ പാർട്ടിയുടെ നേതാവാണ് ജയരാജ. നിങ്ങൾക്ക് നാണമില്ലേ? ഇവിടെ വന്നിട്ട് ദേശീയ പതാകയെ കുറിച്ച് പറയാൻ നിങ്ങൾ ദേശീയ പതാക ഉയർത്തിയിട്ടുണ്ടോ? നിങ്ങൾ ഭാരതമാതാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ എന്നും ദേശീയതയെ വന്ദിച്ചിട്ടുണ്ട്. ജയരാജ, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂരിലെ സംഘർഷത്തിലും അതിൻ്റെ പ്രവർത്തനത്തിലും ഒക്കെ ഇടപെട്ട് സമയം കളഞ്ഞപ്പോൾ അത്യാവശ്യം ഭാരതത്തിന്റെ ചരിത്രമൊക്കെ പാരമ്പര്യമൊക്കെ ഒന്ന് പഠിക്കണമായിരുന്നു. ക്ഷമിക്കണം, എനിക്ക് ഈ ചരിത്രം എന്താണെന്ന് അറിയില്ല. ഭാരതത്തിന്റെ ചരിത്രം അതിന്റെ പാരമ്പര്യവും നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഞാൻ 2-3 പറഞ്ഞുതരാം. അവിടെ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത് ഒരു മതത്തിന്റെ പേരിലാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ HMTയുടെ പേര് മാറ്റേണ്ടി വരില്ലേ? ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത് ഇവിടുത്തെ പെട്രോൾ കമ്പനി RSS നടത്തുന്നതാണോ? അടക്ക് മുതൽ കട്ടക്ക് വരെ, കച്ചു മുതൽ കാമേശ്വരം വരെ, കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഈ ഭാരതം ഒന്നായിരുന്നു. ഇത് നിങ്ങൾക്ക് അറിയില്ല. കാരണം എന്താ അറിയോ? രാജ്യം വേണ്ടാത്തവരാണ് നിങ്ങൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത് താഷ്കണ്ടില. ഇന്ത്യ വേണ്ട എന്ന് പറഞ്ഞു പോയവരെ അബിൻ ചക്രവർത്തിയും അതുപോലെ MN റോയി തടഞ്ഞു നിർത്തി ഇന്ത്യ വേണ്ട എന്ന് തീരുമാനിച്ചുണ്ടാക്കിയതാണ് നിങ്ങൾ. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആക്കിയത്. നിങ്ങൾ അതിര് കിടക്കുന്നു. സ്വാതന്ത്ര്യം കിട്ടിയപ്പോ, ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 1947 നിങ്ങൾ കരുതരമായി ആചരിച്ചവരല്ലേ? സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞവരല്ലേ? നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത് ടാറ്റ ബിർള കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറഞ്ഞവരല്ലേ? ഇന്ത്യ 17 വിഭജിക്കണമെന്ന് പറഞ്ഞവരല്ലേ നിങ്ങൾ? ഭാരതം ഈ ഭാരതത്തെ നെഞ്ചിലെട്ടുന്നവരാ RSS, ഭാരതത്തെ നെഞ്ചിലെട്ടുന്നവരാ BJPക്കാര്, അല്ലാണ്ട് രാജ്യം വെട്ടിമുറിക്കണം എന്ന് പറഞ്ഞവരല്ല. നിങ്ങൾ 17 രാജ്യം വെട്ടിമുറിക്കണം എന്ന് പറഞ്ഞവരാ. 17 നിഷേധിക്കാൻ പറ്റുമോ? അവരെ കൊണ്ട് ഇപ്പോ വലിയ ആവശ്യമൊന്നുമില്ലല്ലോ. അത് ശരിയാ. സ്വാതന്ത്ര്യ ദിനത്തിൽ ഈ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ ദിനത്തിൽ കരുതരം ആചരിച്ച ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയേ ഉള്ളൂ. ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ പാർട്ടിയുടെ നേതാവാണ് ജയരാജ. നിങ്ങൾക്ക് നാണമില്ലേ? ഇവിടെ വന്നിട്ട് ദേശീയ പതാകയെ കുറിച്ച് പറയാൻ നിങ്ങൾ ദേശീയ പതാക ഉയർത്തിയിട്ടുണ്ടോ? നിങ്ങൾ ഭാരതമാതാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ എന്നും ദേശീയതയെ വന്ദിച്ചിട്ടുണ്ട്. ഞങ്ങളെന്നും ദേശീയ പതാകയെ വന്ദിച്ചിട്ടുണ്ട്. ഞങ്ങൾ പ്രസംഗ രൂപത്തിലായെങ്കിലും താങ്കൾക്ക് സമയം കിട്ടിയില്ല എന്നുള്ള പരാതി ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ഇടപെടാതിരുന്നു. മുഴുവൻ കഴിഞ്ഞിട്ടില്ല എന്റെ സംഭാഷണം. BJPയുടെ പ്രതിനിധി പറഞ്ഞതുപോലെ ഇതിന് ആയിരക്കണക്കിന് വർഷത്തെ, ഭാരതാംബയ്ക്ക് ആയിരക്കണക്കിന് വർഷത്തെ ചരിത്രമോ പശ്ചാത്തലമോ അതല്ലെങ്കിൽ ഒന്നുമില്ല. ഇത് ഏകദേശം 1800 അവസാനത്തിൽ മാത്രം വന്ന കൺസെപ്റ്റാണ്. അതിനെ RSS വൽക്കരിക്കുന്നതാണ് പ്രശ്നം. അങ്ങനെ RSSന് തങ്ങൾക്കിഷ്ടമുള്ള ഒരു ഭാരതാംബ, കാവിക്കോടി പിടിച്ച ഭാരതാംബയുടെ ചിത്രം അല്ല, അതിന് മുന്നിൽ നിങ്ങൾക്ക് പൂജിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ RSSന്റെ കാര്യാലയത്തിൽ കൊണ്ടുപോയിക്കണം. RSSന്റെ കാര്യാലയത്തിൽ കേരളത്തിൽ അങ്ങനെ നിങ്ങളുടെ സൗകര്യത്തിൽ ചെയ്തു പോകുന്ന കരുതണ്ട. അത്രേ ഉള്ളൂ. അഭിലാഷ്, ഞങ്ങൾ എവിടെ പൂജക്ക് അഭിലാഷ് അല്ല നമ്മുടെ സമയം കഴിഞ്ഞു. അതൊരു പൊളിറ്റിക്കൽ മാപ്പ് അല്ല ശ്രീ സുരേഷ്. അതൊരു പൊളിറ്റിക്കൽ മാപ്പായിട്ടോ സോവറിൻ ഇന്ത്യയുടെ മാപ്പായിട്ടോ കാണാൻ കഴിയില്ല. ഒരു ബേസിക് സെൻസ് ശ്രീ ജയരാജൻ കാണിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിനെ ജനറലായിട്ട് പ്രതിനിധീകരിക്കുന്നതാണ്. അടിസ്ഥാനപരമായിട്ട് ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ മാപ്പ്. അതെന്ന് പറയുമ്പോൾ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിനെ ജനറലായിട്ട് അതിനകത്ത് നിങ്ങളിങ്ങനെ പാർട്ടും പീസോ അനലൈസ് ചെയ്ത് അത്തരത്തിലൊരു ജഡ്ജ്മെന്റ് മാത്രമേ ഉള്ളൂ. ഒരു പദവിയിലേക്ക് കാരണങ്ങൾ പലതായിരിക്കും. പക്ഷേ എത്തിയതുകൊണ്ട് മാത്രമല്ല, എത്തിയതിനു ശേഷം ആ പദവിയുടെ മഹത്വം എങ്ങനെ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
ഭരണഘടനയാണ് രാജ്യത്തിന്റെ കാര്യത്തിൽ അവസാന വാക്ക്. ഇവിടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് മിസ്റ്റർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ മറുപടി, അദ്ദേഹത്തിന് പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും ഞാനിപ്പോൾ മറുപടി പറയാൻ സമയം അനുവദിക്കാത്തത് കൊണ്ടാണ്. മറുപടിയൊക്കെ ഉണ്ട്, പക്ഷേ മർമ്മത്തിനേറ്റ അടി അദ്ദേഹത്തിന് എന്താണ് അല്ല സമയമില്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ തീർച്ചയായിട്ടും ഞാൻ ആ സമയ പരിമിതി പരിഗണിച്ചുകൊണ്ടാണ് പറയുന്നത്. ഗോപാലകൃഷ്ണന് മർമ്മത്തിന് അടിയേറ്റിരിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാവുന്നത്. ഇവിടെ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. പാശ്ചാത്യ ശക്തികൾ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഈ പറയുന്ന ഭാരതാംബ എന്ന് പറയുന്ന പ്രദേശത്തെ ഭരിച്ചിട്ടുള്ള ഏതെങ്കിലും രാജാവ് ഉണ്ടായിരുന്നോ എന്ന ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. ആ ചോദ്യത്തിന് ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലക്ക് എനിക്ക് പറയാനുള്ള അവകാശമുണ്ട്. അത് ഞാൻ ചോദിച്ചു, നിങ്ങൾ യാതൊരു മറുപടിയും പറഞ്ഞില്ല. ഇവിടെ ഞാൻ പറയാം നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ ഇടപെട്ടില്ലല്ലോ ഗോപാലകൃഷ്ണൻ. നിങ്ങൾക്ക് അതിൽ രാജ്യം അംഗീകരിച്ചിട്ടുള്ള രാജ്യത്തിന്റെ ഭൂപടം മാത്രമേ ഔദ്യോഗികമായി പ്രദർശിപ്പിക്കാൻ കഴിയുമെന്നാണ് പരിമിതമായ അറിവിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു നിമിഷം ശ്രീ ഗോപാലകൃഷ്ണൻ പ്ലീസ് ജയരാജൻ പൂർത്തിയാക്കൂ. അതാണ് കാരണം. അതെ അദ്ദേഹം ഇടപെടാതിരിക്കണം. ഞാൻ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഇന്നും ചോദിക്കും, നാളെയും ചോദിക്കും. നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റില്ല. ഒരിക്കൽ ഞാൻ പറയാം, തിരുവിതാംകൂർ ഹിന്ദു രാജാവായിരുന്നല്ലോ ഭരിച്ചിരുന്നത്. ഹിന്ദു സ്റ്റേറ്റ് ആയിട്ടാണ് അറിയപ്പെട്ടത്. അവിടുത്തെ പാവപ്പെട്ടവന്റെ അവസ്ഥ എന്തായിരുന്നു? ജാതി അടിമത്തമായിരുന്നു. പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും മനുഷ്യനെന്നുള്ള പരിഗണന പോലും കൊടുക്കാത്ത ഒരു മേഖലയായിരുന്നു തിരുവിതാംകൂർ. അപ്പൊ അതുകൊണ്ട് രാജ്യത്ത് എന്ന് ചർച്ച കേൾക്കുന്നു. ഇവിടെ സന്ദീപ് വാര്യർ പറഞ്ഞ കാര്യമുണ്ടല്ലോ, നേരത്തെയുള്ള മുഹമ്മദ് ആരിഫ് ഖാൻ ഗവർണറായ സമയത്ത്, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉള്ള സമയത്ത് അതിനെതിരായിട്ട് വലിയ ഫൈറ്റാണ് കേരളത്തിലെ LDF സർക്കാർ സ്വീകരിച്ചത്. അന്ന് കോൺഗ്രസ് എന്താ നിലപാട് സ്വീകരിച്ചത്? കേരളത്തിലെ സർക്കാരിനെതിരായിട്ട് ഇറങ്ങി അവസാനത്തെ ഒരു മിനിറ്റ് സന്ദീപിനുള്ളതാണ്. ഏറ്റവും കുറവ് സംസാരിച്ച സന്ദീപാണ്. എന്നത് യാഥാർത്ഥ്യമാണ്. ഒറ്റ കാര്യം കൂടി ഒറ്റ വാചകത്തിൽ ഞാൻ അവസാനിപ്പിക്കാം. ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? അഡ്വക്കേറ്റ് അഭിലാഷ് ഇവിടെ പറഞ്ഞല്ലോ, കൊടി മാറ്റിയാൽ എല്ലാ പ്രശ്നവും തീർന്നു. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം അവര് പ്രതിനിധാനം ചെയ്യുന്ന ഭാരതാംബ, അതിന്റെ ഭൂപടം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇന്നത്തെ ഭാരതാംബ ഇനിയിപ്പോ ത്രിവർണ്ണ പതാക പിടിച്ചാൽ പറയും ഭാരതാംബ നമ്മുടെ പാലസ്തീന്റെ മറ്റേ ഡ്രസ്സ് ധരിക്കാൻ പറയും, അല്ലെങ്കിൽ കാഫിയ ധരിക്കാൻ പറയും. അപ്പം മതേതരത്വമാവും. ഇതൊരു വൃത്തികെട്ട മനോഗതിയുടെ കുഴപ്പമാണ്. ഒരു കാര്യം മാത്രം താങ്കളുടെ അറിവിലേക്ക് ദേശീയപതാകയാക്കി മാറ്റി കൊടുത്തു. പക്ഷേ അപ്പോഴും അത് താമരയിൽ ഇരിക്കുന്നതായതുകൊണ്ട് അത് രാഷ്ട്രീയ ചിഹ്നം എന്നുള്ളത് മാറിയില്ല എന്നുള്ളത് കൊണ്ടാണ് പി പ്രസാദ് പ്രതിഷേധിച്ചത്.